Indulgence cock. Blast! Blast! കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. സുഭാഷ് കെ രാജ്, ആറ്റ്സ് ഓഫ് യു മാൻ. അതായത് ഒരു പടം തിയേറ്ററിൽ കണ്ടിട്ട് വൺ എക്സ്പീരിയൻസ്. ഇതിൽ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇന്നലെ ഞാൻ ഇതിൻ്റെ ബുക്കിംഗ് നോക്കിയ സമയത്ത് കാര്യമായിട്ട് ബുക്കിംഗ് ഇല്ല, ഷോസും ഇല്ല. ഷോസ് ഉള്ളത് തന്നെ പട്ടിക്കുറുക്കന്മാർ പോലും വരാത്ത തിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അതായത് ഇങ്ങനത്തെ ഹൈപ്പില്ലാത്ത പടത്തിനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എല്ലാ പടത്തിനും ആളുണ്ടാവും. ഹൈപ്പുള്ള ഫിലിം ആണെങ്കിൽ ഇതിപ്പോൾ കാലിക്കറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ പാലാക്ഷി, സിനിപോളിസ് പോലുള്ള കുറച്ച് തിയേറ്റേഴ്സിലെ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല, വലിയ ഹൈപ്പും ഇല്ല, പ്രതീക്ഷയില്ല. അർജുൻ സർജ വല്ലപ്പോഴും സിനിമ ചെയ്യുന്ന ഒരാൾ. പിന്നെയുള്ളത് അഭിരാമിയൊക്കെ, പണ്ട് വിരുമാണ്ടിയിൽ വന്ന ഫില്ലാട്ടായ അഭിരാമി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കാണാം ഇന്ന് പിന്നെ കുറേ റിവ്യൂസ് കണ്ടവരൊക്കെ പറയുന്നു ഗംഭീര സിനിമ. അങ്ങനെ ഞാൻ ഇന്ന് ഈവനിങ് സിനിമ കണ്ടേ, മിറാജ് കോഴിക്കോട്. അപ്പോൾ കണ്ട സമയത്ത് ഹൗസ്ഫുൾ, ലിറ്ററലി ഹൗസ്ഫുൾ, റിക്ലൈനർ വരെ ഫുൾ ഹൗസ്. അതിനകത്ത് ഫുൾ ഹൗസിൽ കാണേണ്ട ഒരു സിനിമയത്. അതായത് 100% പ്യുവർ തിയേറ്ററിക്കൽ സ്റ്റഫ്, സിനിമാറ്റിക് സാധനം. അതായത് വലിയ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് കാണേണ്ട ഒരു കിടിലൻ പടം. അങ്ങനത്തെ ഒരു പടമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എനി ലാംഗ്വേജ്, മലയാളത്തിലായി കഴിഞ്ഞാലും തമിഴിലായി കഴിഞ്ഞാലും ഇംഗ്ലീഷിലായി കഴിഞ്ഞാലും ഇൻ എനി ലാംഗ്വേജ് അത് കിട്ടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇതൊരു ഭീകരമായിട്ടുള്ള സിനിമ എന്നുള്ളതല്ല, പക്ഷേ തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് മൊമെന്റ്സ് ഉണ്ട്, കുറേ മൊമെന്റം അത് ഇതിനകത്തുണ്ട്. എസ്പെഷ്യലി ഇത് ഒരു കരാട്ടെ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കഥയും മനസ്സിലാവും. പക്ഷെ അതൊന്നുമല്ല. ഇത് കരാട്ടക്കാരായ കുടുംബം, അവിടെ കുറച്ച് ഗുണ്ടകളുകാർ വന്ന് അവരെ അടിച്ചോടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിലാണ് ഇതിൻ്റെ റൈറ്റിംഗ് സ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു എൻറ്റയർ സ്ക്രിപ്റ്റ് ഓഫ് ദ ഫിലിം, ആ പ്ലോട്ടിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു, അതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ല പക്ക പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ ബ്ലാസ്റ്റ്. ഇതിപ്പോൾ അർജുൻ സർജയാണ് നായകൻ, അഭിരാമി, അതുപോലെ തന്നെ പ്രീതി മുകുന്ദൻ, ഇവരാണ് ലീഡ് റോൾസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചെടുക്കുന്ന, സൂപ്പർ സ്റ്റാർ ഇൻ ദ സെൻസ് ദ കോട്ട് അൺകോട്ട്, ദ സോ കോൾഡ് സൂപ്പർ സ്റ്റാർ. അത് ആരോ, രജനിയാവാം, വിജയാവാം, അജിത്ത് ആവാം, ആരോ, ഇവൻ സൂര്യ ആവാം. ഞാൻ തമിഴിലെ കാര്യം പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പടം വരുന്നെങ്കിൽ ഇത് കുറെ കോംപ്രമൈസ് ചെയ്യേണ്ട വന്നേനെ. കാരണം അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രോ, അവർക്ക് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ്, സോങ്, അതുപോലെ തന്നെ കുറെ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയുള്ള കുറെ സീൻസ്, അതൊക്കെ എഴുതി കയറ്റി അത് അങ്ങനെ എന്താ പറയുക, ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്തൊരു പടമല്ല. അതുകൊണ്ടാണ് അർജുൻ സർജ ഈ പടത്തിൽ ഏറ്റവും ഫിറ്റ് ആവുന്നത്. കാരണം പുള്ളി അവിടെ ഉണ്ട്, പുള്ളിയാണ് ഹീറോ, അല്ലെങ്കിൽ പുള്ളിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള പരിപാടി ചെയ്യുന്നത്, കരാട്ടെ മാസ്റ്ററായിട്ട്. പക്ഷെ പുള്ളിയുടെ സീൻസ് മാത്രം ഇങ്ങനെ പിന്നെ എച്ച് കെട്ടി പോകണമല്ല. പുള്ളി അവിടെ ഉണ്ട്, പുള്ളി വരേണ്ട സമയത്ത് പുള്ളി വരും, പുള്ളി പരിപാടികൾ ചെയ്യും, അതിങ്ങനെ എലിവേറ്റ് ചെയ്ത് പോകും. അതായത് റൈറ്റിങ്ങിൽ ഞാൻ ഇന്നലെ കാട്ടെല്ലാം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, റൈറ്റിംഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ രവി ഭാസ്കറിനെ കൊണ്ടുവരാം, മലയാളത്തിലെ കിൻഡ്രഡി അടിക്കുന്ന പെപ്പനെ കൊണ്ടുവരാം, എന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടലില്ല. ഇതിൽ ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ വിചാരിക്കും ഇത് എന്താണ്, അഭിരാമി ഇടിക്കുന്നു, പ്രീതി മുകുന്ദൻ ഇടിക്കുന്നു, അർജുൻ സർജ ഓക്കെ ഈസ് ദ, പണ്ട് തലമങ്കാത്തിൽ വിളിച്ചിട്ടുണ്ട് ആക്ഷൻ കിങ് എന്നാരെ അർജുനെ, മൈ ഡിയർ തലേന്ന് തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അർജുനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും ഈ പടത്തിൽ അഭിരാമി, പ്രീതി മുകുന്ദനൊക്കെ എന്താ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ച് നടക്കുന്ന ഒരു സാധാ പെണ്ണ്, അല്ലെങ്കിൽ ഒരു നായിക സ്റ്റെഫ്, അങ്ങനത്തെ ഒരു ക്യൂട്ട്നെസ് നായിക സ്റ്റെഫ്, അങ്ങനത്തെ ഒരു പെണ്ണിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ച് ഈച്ച് ആൻഡ് എവറി സീൻസിൽ ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കണമെങ്കിൽ പണി അറിഞ്ഞിരിക്കണം മക്കളെ. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഒരു ജീനിയസ്, ബ്രില്യൻറ്റ്, ഓഡിയൻസിനെ അറിയുന്ന, ഓഡിയൻസിനെ ഇമോഷണലി കണക്ട് ചെയ്യാൻ അറിയുന്ന ഒരു ബ്രില്യൻ റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ, റൈറ്റർ ഡയറക്ടർ. അതാണ് പറഞ്ഞ സുഭാഷ്. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഈ പരിപാടി. അതങ്ങനെ ഇത് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ലീനിയറായി പോകുന്ന, ഒരു വൺ ഡയറക്ഷനിൽ പോകുന്ന സാധനമല്ല.
അറ്റ് എ ടൈം കുറേ ഫോൾഡേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിടും. അറ്റ്ലീസ്റ്റ് 3 ഫോൾഡേഴ്സ്. നമ്മുടെ കോക്കൻ ചെയ്ത വില്ലൻ, ഞാൻ കോക്ക്, അത് കോക്കൻ. അപ്പം പുള്ളി ചെയ്ത വില്ലൻ കഥാപാത്രം, പിന്നെ അർജുൻ ഫാമിലി, പിന്നെ ഓഫ് കോഴ്സ് പ്രീതി മുകുന്ദന്റെ ക്യാരക്ടർ വർക്ക് ചെയ്യുന്നൊരു സ്ഥലം. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് 3 സ്ഥലം. ഇത് ഒരു പോയിന്റിൽ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓർഗാനിക് അല്ലാതെ ഫോഴ്സ്ഡ് ആയിട്ടല്ലാതെ ഭയങ്കര നാച്ചുറലി അത് കണക്ട് ചെയ്ത് വരും. അതിൽ നമുക്ക് ലോജിക്ക് നോക്കാൻ തോന്നൂല. ഇതിലെന്തോ കാണിച്ചിട്ട് അതാണ് നമ്മളെ ഇമോഷൻ ലോക്കായി കഴിഞ്ഞ് ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ തന്നെ. ഇതിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട് 2004 ആണെന്ന് തോന്നുന്നു ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ആ ഫ്ലാഷ് ബാക്കിൽ തന്നെ നമ്മളിത് പടത്തിനകത്ത് കാറ്റി കൺവിൻസിങ് 100% കൺവിൻസിങ്. പ്രേക്ഷകനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും കാണിക്കാം. പണ്ടൊരു സംവിധായകൻ എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു, പിന്നെ KGF യാഷ് ഹെലികോപ്റ്ററിൽ വന്നിട്ട് മറ്റേ ചൂടെടുക്കുന്ന പറഞ്ഞപ്പോൾ ഹെലികോപ്റ്ററിൽ വന്നല്ലോ, പപ്പടം പറത്തിയല്ലോ, അതിന് നിങ്ങൾ കൈയടിച്ചല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സിനിമ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ആ സംവിധായകൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് യാഷി ചെയ്ത കഥാപാത്രത്തിന്റെ പേര് റോക്കി എന്നാണ്. റോക്കി ബായ്. റോക്കി ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ വരും, റോക്കി ചിലപ്പം സുനാമി ഉണ്ടാക്കും. അതൊക്കെ നമുക്ക് കൺവിൻസിങ് ആണ്. അതാണ് എഴുത്തിലെ കഴിവ്, അല്ലെങ്കിൽ പിന്നെ സിനിമ എടുക്കുന്ന ഡയറക്ടറെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടം അന്യ തിയേറ്റർ എക്സ്പീരിയൻസ്. അതായത് പ്രീതി മുകുന്ദൻ ആരാ, ഇങ്ങനെ ഭയങ്കര സ്റ്റൗട്ടായിട്ടുള്ള ഭയങ്കര ഫിസിക്കലുള്ള അങ്ങനത്തെ ഒരു നടിയല്ല. പക്ഷെ പ്രീതി മുകുന്ദന്റെ ചൈൽഡ്ഹുഡ്, അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ ആദ്യത്തെ 10-15 മിനിറ്റിൽ തന്നെ പ്രീതി മുകുന്ദന് പറ്റും എന്നുള്ളത് നമ്മളെ കൺവിൻസ് ചെയ്തു. അഭിരാമി എന്താണെന്നുള്ളത് കൺവിൻസ് ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് അർജുൻ സർജ, അതിനൊപ്പം ഒരു കിടിലൻ പ്ലോട്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മൾട്ടി ലെയർഡ് ആയിട്ടുള്ള, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്നുള്ളതല്ല, പക്ഷെ നല്ല രസമാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ പോയ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ലോഡ്സ് ഓഫ് ഗൂസ്ബം മൊമെന്റ്സ്. അത് ഹോറിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഹോറിപ്പുലേഷൻ. എൻ്റെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ, ഞാൻ കണ്ടത് മിറാജ്, ഞാൻ പറഞ്ഞത് അത് ഭയങ്കര ഓളമുള്ള തിയേറ്റർ ഒന്നുമില്ല, പക്ഷെ അവിടെ വരെ ആ ഓളം സൃഷ്ടിക്കാൻ ഇതിന്റെ ഡയറക്ടർ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രായമുള്ള ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്, ഫാമിലീസ് ഉണ്ട്, എല്ലാവരും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ദൃശ്യമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദൃശ്യം ഓഫ് കോഴ്സ് അത് ഡ്രാമയാണ്, ത്രില്ലർ ഡ്രാമയാണ്. ഇത് ആക്ഷൻ പരിപാടിയാണ്, ആക്ഷൻ ത്രില്ലറാണ്. അപ്പം കണ്ടില്ലേ സ്റ്റോറിക്ക്, അത് നമ്മളാരും ഈ പടം കണ്ട് നിങ്ങൾ ആരും കുറ്റം പറയില്ല. ദൃശ്യത്തിലെ സീൻസ് വന്ന് അങ്ങനെ ഒന്നും പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പരിപാടി വേറെയാ, ദൃശ്യം പരിപാടി വേറെയാ. അതാണ് അതിന്റെ ബ്രില്യൻസ് പറയുന്നത്. അപ്പം ഇത് നല്ല പരിപാടിയായിരുന്നു. പിന്നെ രവി ബാസ്രൂറിനെ ഞാൻ KGF ആയി കഴിഞ്ഞാലും സലാറായി കഴിഞ്ഞാലും ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ട കട്ടറിലായി കഴിഞ്ഞാലും ഇദ്ദേഹം ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നു, വല്ലാതെ ഓവർ ഡൂയിങ് ആയിട്ട് ചെയ്യുന്നു, നമുക്ക് ചെവിവേദന എടുക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കിക്കേ, ഈ സിനിമയിൽ രവി ബാസ്രു ആണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ക സിനിമയ്ക്ക് എന്താണ് ഇവിടുത്തെ കാച്ചിക്കുറിക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതിൽ സാധാ സിനിമ പോലെ ഡയലോഗ്സ് ഉണ്ട്, സൈലൻസ് ഉണ്ട്, നോർമൽ സീൻസ് ഉണ്ട്. പിന്നെ രവി ബാസ്രുവിന്റെ നമ്മൾ എന്താ പറയാ, അണ്ടർ അപ്രീഷിയേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന സാധനം. രവി ബാസ്രൂർ അതിഭീകരമായിട്ട് മാസ് എലിവേഷൻ സീൻസിന് സ്കോർ കൊടുക്കുന്നതാണ്. അത് തർക്കമില്ല. ഇന്ത്യയിൽ തന്നെ 10 മ്യൂസിക് ഡയറക്ടേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെ 5 എടുത്തു കഴിഞ്ഞാൽ രവി ബാസ്രൂർ ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ വേറൊരു സാധനമുണ്ട്, നമ്മള് KGF കേട്ട സാധനമല്ലോ, ആ ഒരു സാധനമല്ലേ, അത് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മദർലി ആ ഒരു അഫെക്ഷൻ, ആ ഒരു മദർ ചൈൽഡ് ബോണ്ടിങ്, ആ ഒരു സാധനമല്ലേ, അത് ചെയ്ത ആൾ രവി ബാസ്രു. അപ്പൊ ഇതിൽ അങ്ങനെ വളരെ എന്താ പറയുക, ചില സമയത്തൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു സാധനം അവിടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓവറായിട്ട് അദ്ദേഹം ചെയ്തിട്ടുമില്ല. അതായത് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് സിനിമയ്ക്കകത്ത്. അല്ലാതെ രവി ബാസ്രു ഏതെങ്കിലും സിനിമയിൽ വന്നിട്ട് പിന്നെ ശബ്ദമലിനീകരണം ഉണ്ടായി പോകുന്നതല്ല. ഇതിൽ കൺട്രോൾഡ് ആയിട്ട് കറക്റ്റായിട്ട്, ഇതിൽ ചില റാപ്പ് ഉണ്ട്, പിന്നെ ഇതിൽ ഇംഗ്ലീഷ് സോങ് ഉണ്ട്, ട്രെയിലറുണ്ട്. ട്രെയിലർ ഫുൾ ആ സോങ്, ട്രെയിലർ കണ്ടോക്കിയാൽ മതി. അതൊക്കെ പ്ലേസ് ചെയ്ത രീതി, അതായത് ഇതിന്റെ സ്റ്റേജിങ്, ഇതിന്റെ എലവേഷൻ, ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്തത്, ഈവൻ ഈച്ച് ക്യാരക്ടേഴ്സിന്റെ ഇൻട്രോസ്, ഒരു കരാട്ട മാസ്റ്റർ ഇൻട്രോ
നമുക്കറിയാലോ, ഹൂസ് പറയുന്ന സാധനം അത് വെച്ചിട്ടാണ് അർജുൻ സർജൻ ഇൻട്രോ. അപ്പൊ അതുപോലെ ഈച്ച് ക്യാരക്ടേഴ്സിന് കൊടുത്തുള്ള ഇൻട്രോസ്, അതിന്റെ ലൊവേഷൻസ്, പരിപാടികൾ, പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സ്റ്റോറീസ്, ഈവൻ കോമഡീസ്, ഈവൻ പിന്നെ ഡാർക്ക് ഹ്യൂമർ പോലും പല സ്ഥലത്തും വർക്കായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 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 എന്താ പറയാ, ഒരു കിട്ടലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. അൺഎക്സ്പെക്ടഡ് 100% അൺഎക്സ്പെക്ടഡ്. കാരണം ബ്ലാസ്റ്റ് എന്ന് പറയാൻ ബ്ലാസ്റ്റ്, അർജുൻ സർജ, അഭിരാമി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് ഈ പടം പിന്നെ എടുത്തേക്കുന്നത്. OTT ഒന്നും കാണാതെ നെറ്റ്ഫ്ലിക്സ് എടുക്കൂലല്ലോ, ഇത് മനോരമ മാക്സ് അല്ലല്ലോ. മനസ്സിലായില്ലേ? പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ കൽപ്പാത്തി ഇവർ ടീം, ഈ അഘോരം, അതിൽ അർച്ചന കൽപ്പാത്തി, അവര് ഭയങ്കര ഇതിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അവര് ഈ യങ് ടാലൻസിന് ഇദ്ദേഹം നമ്മളെ പ്രദീപ് രംഗനാഥന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ പുള്ളിയെ കണ്ടെത്തി ഇങ്ങനെ ഒരു പടം ചെയ്യിപ്പിക്കുന്നത് അർച്ചന കൽപ്പാത്തി, പിന്നെ അഘോരംസ്. അപ്പൊ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഷെരീഫ് മുഹമ്മദിന്റെ കാട്ടാളൻ ടീമിനെ അഘോരീസ് തൂഫാനാക്കാൻ പോകുന്ന സീൻസ് കാണാൻ പോകുന്നത് നിങ്ങൾ ബുക്കിംഗ് എടുത്ത് നോക്കിയോ? അതുപോലത്തെ പരിപാടി. ദിസ് ഈസ് പ്യുവർ 100% തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ ഒരു പക്ഷേ ഒന്നുകൂടെ അടിച്ച് ഒന്നുകൂടെ കാണും. അങ്ങനെ ചുമ്മാ രസമാ. കാരണം അടിക്കണം, മനസ്സിലായാ? ബുറിതോ അടുത്തായി വീണ്ടും അടി, ഇതാ അടിക്കാൻ പോകുന്നു, വീണ്ടും അടി, ഇതാ അടി എന്ന് പറഞ്ഞ അടി കൂടി കളിക്കലല്ല. അടിക്കണം എന്ന് പറയുമ്പോൾ അടിക്കണം, സ്പോട്ടിൽ അടിക്കണം. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ മൊമെന്റിലാണ് എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത്. അതിൽ ഇത് സീൻസ് ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല, കാരണം ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ. പക്ഷെ ഇതിൽ കുറെ പരിപാടികളുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ സീൻസ് ഉണ്ട്. അതായത് അത് കണക്ട് ചെയ്ത് അടിക്കടി. അത് നിങ്ങൾ ദൃശ്യം ഫാമിലിനെ നിങ്ങൾ ഒരു 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 ഹൈ ഒക്ടേൻ ആക്ഷൻ ഫിലിമിന് പ്ലേസ് ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. അതും ദ ലെജൻഡറി അർജുൻ സർജ. അദ്ദേഹത്തെ അങ്ങനെ തന്നെ ഞാൻ പറയും. ഞാൻ മുതലെന്നല്ല ഞാൻ അർജുന്റെ പടം കണ്ടില്ല. അതിന് മുമ്പ് TV-യിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചില കരാട്ടെ പടങ്ങൾ. പടത്തിന്റെ പേരൊന്നും ഓർമ്മയില്ല. അർജുൻ ഈസ് സംതിങ് എൽസ്. പുള്ളി അടിയാ. കാരണം ഇത് പുള്ളി ബേസിക്കലി കരാട്ടെക്കാരനാണല്ലോ. പുള്ളി അടി എന്ന് പറഞ്ഞാൽ അടിയോ. ഇതില് മറ്റേ അർജുൻ ചിദംബരം ചെയ്തൊരു കഥാപാത്രമുണ്ട്, അന്യായ കേട്ടോ. ഒരുമാതിരി വിദ്യു ജമാലിന് മറ്റേ അർജുനല്ലോ, റോളോക്സ്, ആ അർജുനിൽ ഉണ്ടായ പോലത്തെ ഒരു ഐറ്റം. അതാണ് അർജുൻ ചിദംബരം പുള്ളി ചെയ്ത കഥാപാത്രം. പിന്നെ കുറെ പേരുണ്ട്, ചില ആൾക്കാരെ പേര് പറഞ്ഞാൽ തന്നെ സ്പോയിലറാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ ഇനി നാളെ OTT-ൽ കണ്ട് അഭിരാമി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അഭിരാമിന്റെ മോന്ത ഇങ്ങനെ സൂം ചെയ്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് ജെമിനിക്ക് കൊടുത്ത് പിന്നെ ഷാർപ്പൻ ചെയ്ത് ഇതെന്തോ അഭിരാമി എന്തോ കാണിക്കുന്ന വാദം ഉറക്കുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിയുന്ന വാണങ്ങളോടൊന്നും പറയാനില്ല. ദിസ് ഈസ് തിയേറ്റർ എക്സ്പീരിയൻസ്, അൺഎക്സ്പെക്ടഡ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ മെയ്യിൽ മാസം കഴിയാറി പ്രതീക്ഷിച്ച സാധനമേ അല്ല. എനിവേ ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്.